നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. ദൈവവിശ്വാസികളല്ലെങ്കിലും ഹൈന്ദവ ക്ഷേത്ര കമ്മിറ്റികളിലൊക്കെ അധികാര സ്ഥാനത്തിരിക്കാൻ CPM-കാർക്ക് വലിയ താല്പര്യമാണ്. അങ്ങനെ ക്ഷേത്ര ഭാരവാഹിയായുള്ള മെച്ചമാണ് കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് കേരളം കണ്ടത്. ആരാണ് ഈ പുഷ്പൻ? പുഷ്പനും ക്ഷേത്ര ഉത്സവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? CPM-ൽ നിന്ന് പുറത്താക്കിയ MV രാഘവനെ പൊതു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് മന്ത്രിയാക്കി. അദ്ദേഹം സഹകരണ മന്ത്രിയായിരുന്നപ്പോൾ ഈ ഇടതുപക്ഷ പാർട്ടി സ്വാശ്രയ വിദ്യാഭ്യാസ നയങ്ങൾക്ക് എതിരായിരുന്നു. ആ പ്രതിഷേധ കാലത്തിൽ കണ്ണൂർ കൂത്തുപറമ്പിലെ അർബൻ സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനത്തിന് വേണ്ടി മന്ത്രി രാഘവനെത്തി. ഡിവൈഎഫ്ഐക്കാർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. അല്ല, ഈ കരിങ്കൊടി കാട്ടൽ ഇടതുപക്ഷക്കാർക്ക് മാത്രം തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒന്നാണ് കേരളത്തിൽ. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനെ മറ്റു പാർട്ടിക്കാർ കരിങ്കൊടി കാട്ടിയാൽ ഇടത് സഖാക്കൾ പ്രതിഷേധ സമരക്കാരുടെ തല തല്ലിപ്പൊളിച്ച് മുഖ്യമന്ത്രി ഭാഷയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടും. അന്ന് മന്ത്രിയെ കരിങ്കൊടി കാണിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് നേരിട്ടു. പാർട്ടിക്കാർ പോലീസിനെ കല്ലെറിഞ്ഞു. സംഘർഷം നിയന്ത്രണാതീതമായപ്പോൾ പോലീസ് വെടിവെപ്പ് നടത്തി. ഇതിൽ 5 പാർട്ടി പ്രവർത്തകർ കൊല്ലപ്പെട്ടു. കൂട്ടത്തിൽ ഈ പുഷ്പനും വെടിയേറ്റു. വെടിയേറ്റവരാരും പോലീസ് തോക്കുകൾക്ക് മുൻപിൽ പോയി നിന്ന് വിരിമാറ് കാണിച്ച സ്വാതന്ത്ര്യ സമര പോരാളികളൊന്നുമല്ല. അന്നു മുതൽ പുഷ്പനെ പാർട്ടി ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാക്കി മാറ്റി. പുഷ്പനെ ഉപയോഗിച്ച് പാർട്ടി രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കി. അതിലൊന്നാണ് പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ടും. ഈ പാട്ടൊക്കെ ഹിന്ദു വിശ്വാസികളുടെ ഉത്സവാഘോഷങ്ങൾക്ക് പാടി LED സ്ക്രീനിൽ പാർട്ടി ചിഹ്നങ്ങളും ചുവന്ന കൊടിയുമൊക്കെ കാണിക്കുന്നത് എന്തൊരു അഹന്തയാണ്! മതേതര കാഴ്ചപ്പാടുള്ള ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളി. ഇസ്ലാം ആരാധനാലയത്തിലോ ക്രിസ്തീയ പള്ളി ആഘോഷങ്ങളിലോ ഈ പുഷ്പനെയും താങ്ങിയെടുത്തുകൊണ്ട് ചെന്നാൽ അതേ മതവിഭാഗത്തിലുള്ള CPM പാർട്ടി ഭാരവാഹികൾ തന്നെ ഈ ഗാനമേളക്കാരുടെ കയ്യും കാലും തല്ലി പിടിക്കും. ഇതിന്റെ മറ്റൊരു അപകടം, ഇത്തരം താത്കാലിക ആവേശങ്ങൾ ഉത്സവ ഇടങ്ങളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നതാണ്. ഒന്ന്, സംഘർഷം. ഒപ്പം പകരത്തിന് പകരം എന്നതുപോലെ BJP-യും കോൺഗ്രസും ഒക്കെ അധികാരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ അവരും കൊടി വീശി തുടങ്ങും. സഖാക്കന്മാരെ, ഹിന്ദു സമൂഹം എന്നാൽ മുഴുവനും BJP-ക്കാരോ RSS-ഓ ഒന്നുമല്ല. ദൈവവിശ്വാസികളെ ദയവായി അവരുടെ പാട്ടിന് വിട്ടേക്കൂ. സകല രാഷ്ട്രീയ പാർട്ടികളിലും പരസ്പരം തല തല്ലിക്കീറി ചത്തവനും നിയമങ്ങൾ കയ്യിലെടുത്തപ്പോൾ പോലീസ് വെടിവെച്ച് കൊന്നവനുമൊക്കെ നിങ്ങൾക്ക് മാത്രം പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ മാത്രം വോട്ട് രക്തസാക്ഷികൾ.